ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകുറ്റ അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ നല്ലൊരു പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും എന്തോ ഒരു വലിയൊരു രഹസ്യം നമ്മുടെ അഞ്ജലി മനസ്സിലാക്കി എന്ന് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ് കേട്ടോ. കാരണം എന്തോ ഒരു സംഭവം അറിഞ്ഞിട്ട് ആകെ ഷോക്ക്ഡായി നിൽക്കുന്ന ഒരു അഞ്ജലിയെ നമുക്ക് ഇന്ന് വന്ന പ്രൊമോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് എന്തായിരിക്കാം എന്ന് നമുക്ക് നോക്കാം. എന്താണെങ്കിലും പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊട്ടും സന്തോഷം നൽകുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. അർജുനും അഞ്ജലിയും തമ്മിലുള്ള ആദ്യ രാത്രി പൊളിക്കണം എന്ന് അനുപമ ലക്ഷ്യം കണ്ടിരുന്നു. ആ ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ട് വിജയിക്കാനായിട്ട് അനുപമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ തന്നെ കാവ്യയോട് ഫോൺ വിളിച്ച് അനുപമ പറഞ്ഞു, അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു, നീ ഇനി അവിടെ ഇരുന്നോ, അവരുടെ ആദ്യ രാത്രി നടക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ അനുപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ കാവ്യയായി മാറി. അങ്ങനെ കത്തിയെടുത്ത് ഇന്ന് വന്ന് നമ്മുടെ അർജുനെ കുത്തിക്കൊല്ലാൻ വേണ്ടി നോക്കി. അർജുനോട് പറഞ്ഞു, നിന്നെ ഒരു രീതിയിലും ഈ അഡ്വക്കേറ്റ് അഞ്ജലി സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല, നീ ജീവനോടെ ഇരുന്നാലല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അർജുനെ കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് കാവ്യ ഇന്ന് ശ്രമിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ ആ ഒരു സമയത്ത് അർജുൻ കൃത്യമായി ഇടപെട്ടത് കൊണ്ട് കുത്തേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ ഒരു സമയത്ത് കുറുപ്പ് അവിടെ എത്തി. അങ്ങനെ ഒരു വിധത്തിലാണ് കാവ്യനെയും കൊണ്ട് കുറുപ്പ് വീട്ടിലെത്തുന്നത് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അനുപമ വിചാരിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു കേട്ടോ. അനുപമ ആദ്യ രാത്രി അർജുനും അഞ്ജലിയും തമ്മിൽ നടക്കരുത്. ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെപ്പോഴും ഒരുമിച്ച് ജീവിക്കും. എങ്ങനെയെങ്കിലും അർജുനെയും അഞ്ജലിയും പിരിക്കുക, ഈ ഒരു ലക്ഷ്യം മാത്രമാണല്ലോ അനുപമയ്ക്കുള്ളത്. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ അനുകൂലമായിട്ട് അനുപമയ്ക്കാണ് കേട്ടോ നടക്കുന്നത്. എപ്പോഴും അനുപമ തന്നെ വിജയിക്കുന്ന കാണുമ്പോൾ നമുക്കും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉടനടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും വിഷമം തോന്നിയൊരു കാര്യം, അർജുന് ഇന്ന് അഞ്ജലിയുടെ കൂടെ ഉറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അനുപമയുടെ ലക്ഷ്യവും അതായിരുന്നു, അങ്ങനെ നടക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മുടെ ഗോവിന്ദനുണ്ണിയൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ അർജുനാണ് പുറത്ത് സെറ്റിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. പാവ ഒരു തലവണയും വെച്ച് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അർജുനോട് എന്തുകൊണ്ടാണ് അങ്ങനെ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു, എനിക്ക് മുകളിലേക്ക് ചെല്ലാൻ തോന്നിയില്ല. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അഞ്ജലി ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് പോയി വാതിലടച്ചു. പിന്നീട് അവളെ വിളിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല, അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. എന്തോന്ന് ആദ്യ രാത്രി, സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല, പിന്നെ എന്തോന്ന് ആദ്യ രാത്രിയാണ് കൊച്ചച്ച. അങ്ങനെ ഗോവിന്ദനോട് അർജുൻ പറയുകയാണ് കേട്ടോ. ഇത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്ന ഒരു കാര്യം, അർജുൻ്റെ കൃഷിയിടത്തിൽ ചീര നട്ടിരിക്കുന്ന കൃഷിയിടത്തിൽ പന്നിയിറങ്ങി ആകെ മൊത്തം ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് നമ്മുടെ അർജുൻ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള തിരിച്ചടികൾ കൂടി നമ്മൾ അർജുൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലുമാണ് ഉള്ളത്. അങ്ങനെ അർജുൻ്റെ കൃഷിയിടത്തിൽ പന്നികൾ കയറി നശിപ്പിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുപമ ഈ ഒരു സംഭവങ്ങളെല്ലാം മുകളിൽ നിന്ന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞതോടുകൂടി കൂടുതൽ സന്തോഷം അനുപമയ്ക്കായി. ആദ്യ രാത്രി പൊളിഞ്ഞും പോയി, അതുകൂടാതെ അർജുൻ്റെ പൈസയെല്ലാം പോയി. അങ്ങനെ എല്ലാം കൊണ്ടും അനുപമയ്ക്ക് ഒരു നല്ല കാലമാണ് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് തീർന്നപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അനുപമ പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ കൃഷിയിടത്തിൽ പന്നിയല്ലേ കയറിയുള്ളൂ, നിൻ്റെ ജീവിതത്തിലേക്ക് ഇനി മതം പൊട്ടി ഒരു ആന കയറി വരും, അത് കാവ്യാണ്, അതിനുള്ള പണികളൊക്കെ ഞാൻ ചെയ്യും. അങ്ങനെ അനുപമ വീണ്ടും എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്. അർജുൻ്റെ അഞ്ജലിയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് കേട്ടോ അനുപമയുള്ളത്. എന്താണെങ്കിലും ഈ ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് കേട്ടോ. ഇനി നമുക്ക് ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് പോകാം കേട്ടോ. ഇന്ന് വന്ന പ്രൊമോ വളരെ ചെറിയൊരു പ്രൊമോയാണ്. ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും കാര്യമായ ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ പ്രൊമോയിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അർജുനും അഞ്ജലിയും തമ്മിലുള്ള ബന്ധം പിരിക്കണം, അഞ്ജലി എങ്ങനെയെങ്കിലും ശംഖുചക്രത്തിൽ നിന്ന് പുറത്താക്കണം. ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അനുപമ ഒരുപാട് കാര്യങ്ങൾ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് അഞ്ജലിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും അതിന് പിന്നിൽ മറ്റുള്ളവരാണ് പ്രവർത്തിക്കുന്നത് എന്ന് അഞ്ജലി മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടുതൽ ദേഷ്യം അർജുനോട് തോന്നിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വശത്തു നിന്ന് പ്രശ്നങ്ങൾ അവർക്കിടയിൽ പരിഹരിക്കാൻ വേണ്ടി അർജുൻ
കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതിനെല്ലാം ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. പലപ്പോഴും അഞ്ജലിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് പിന്നിൽ കളിക്കുന്നത് അനുപമയാണ് എന്നുള്ളൊരു കാര്യം കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയിൽ അതിൽ ചില കാര്യങ്ങളൊക്കെ അഞ്ജലിക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്ന പ്രൊമോയിൽ നമുക്ക് കാണാം മുത്തശ്ശി നമ്മുടെ അഞ്ജലിയോട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ജലിയോട്, അഞ്ജലി ഇനി നിനക്കറിയാമല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ 2 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നേരിടേണ്ടി വന്നു അഞ്ജലി. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറുപ്പോ കാവ്യോ രാഘവനുണ്ണിയോ ഒന്നും അല്ല. നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അവരൊന്നും അല്ല നിൻ്റെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ അഞ്ജലി മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശി എന്താണ് അങ്ങനെ പറഞ്ഞത്? ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം പിന്നിൽ രാഘവനങ്ങളും അതുപോലെ തന്നെ കുറുപ്പും കാവ്യൊക്കെ അല്ലേ, അവരാണല്ലോ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. മുത്തശ്ശി പറയും, അല്ല, അവരൊന്നും അല്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ ഒരാളുണ്ട്. നിന്നെയും അർജുനെയും എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, പറ്റുമെങ്കിൽ നിൻ്റെ ജീവൻ എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് നിൻ്റെ സ്വന്തം ചേച്ചിയാണ് അഞ്ജലി. അനുപമയാണ് ഇതിന് പിന്നിലെല്ലാം കളിക്കുന്നത്. അനുപമ കാവ്യയോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാത്തിനും പിന്നിൽ കളിക്കുന്നത് അനുപമയാണ്. അങ്ങനെ മുത്തശ്ശി പറയുകയാണ്, കാവ്യയോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞത് അനുപമയാണ് എന്ന്. ഈ ഒരു സത്യം അറിയുമ്പോഴാണ് നമ്മുടെ അഞ്ജലി ആകെ ഷോക്കഡായി നിൽക്കുന്നത് കേട്ടോ. കാരണം കാവ്യനെ വിളിച്ച് പറഞ്ഞ് കാവ്യനെ ഇവിടെ വിളിച്ചു വരുത്തി ഇത്രയധികം പ്രശ്നങ്ങൾക്ക് പിന്നിൽ കളിച്ചിട്ടുള്ളത് അനുപമയാണ് എന്നറിയുമ്പോൾ ഷോക്കഡായി നിൽക്കുന്ന ഒരു അഞ്ജലിയാണ് കേട്ടോ നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. ഈ ഒരു കാര്യമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ അഞ്ജലി മനസ്സിലാക്കുന്നത്, ഇതിന് പിന്നിലെല്ലാം കളിച്ചത് അനുപമയാണ് എന്ന്. സ്വന്തം ചേച്ചി തനിക്കെതിരെ ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഒരിക്കലും നമ്മുടെ അഞ്ജലി പ്രതീക്ഷിക്കുന്നില്ല. കാവ്യനെ വിളിച്ചു വരുത്തിയത് അനുപമയാണെന്ന് സ്വപ്നത്തിൽ പോലും നമ്മുടെ അഞ്ജലി വിചാരിച്ചിട്ടില്ല. സ്വന്തം ആദ്യരാത്രി, അതായത് സ്വന്തം അനിയത്തിയുടെ ആദ്യരാത്രി കുളവാക്കാൻ വേണ്ടിയിട്ട് അനുപമയാണ് ഈ ഒരു കളി കളിച്ചത് എന്നറിഞ്ഞ് ഷോക്കഡായി നിൽക്കുന്ന ഒരു അഞ്ജലിയെ നമുക്ക് പ്രൊമോയിൽ കാണാം കേട്ടോ. ഈ ഒരു കാര്യം മാത്രമല്ല നമ്മൾ കാണുന്നത്, അനുപമ കുറുപ്പിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്, കാവ്യയുടെ അടുത്ത് ചെല്ലുകയാണ്, എരിതീയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് എന്താണെങ്കിലും കുറച്ചധികം പ്ലാനുകൾ ഉണ്ടാക്കും, എങ്ങനെയെങ്കിലും അഞ്ജലിയും അർജുനെയും പിരിക്കണം. നിനക്ക് ഞാൻ കാവ്യയോട് അനുപമ പറയുമ്പോഴൊക്കെ പോകുന്നൊരു കാര്യം, കാവ്യ നീ എൻ്റെ കൂടെ നിൽക്കുക, നീ എന്തിനും റെഡിയായി എൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് പണം എറിഞ്ഞ് ഗുണ്ടകളെ ഇറക്കാം, അഞ്ജലിയെ നമുക്ക് ഇല്ലാതേക്കാം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് അർജുനെ സ്വന്തമാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക, അവളെ ഇല്ലാതാക്കുന്ന കാര്യം ഞാൻ ഏറ്റു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അർജുനെ സ്വന്തമാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു വാഗ്ദാനം അനുപമ കാവ്യയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവമാണ് നാളെ നടക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ ഈ ഒരു കളികൾക്കെല്ലാം പിന്നിൽ അനുപമയാണെന്നൊരു സത്യം അറിഞ്ഞിട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു അഞ്ജലിയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ. നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളാക്കി ഇട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.